ഏയ് ഇവിടെ വരൂ. അവിടെ നിൽക്ക്. ആരുടെ മണിയനെ തല്ലിച്ചതച്ചത്? ക്രമസമാധാനം കയ്യിലെടുക്കുന്നവൻ ആരായിരുന്നാലും ശരി, അവനെ ഞാൻ പറപ്പിക്കും. ഒരു പൂ പോലെ നിർമ്മലായ മണിയനെ തണ്ടർത്തി തല്ലിക്കൊഴിച്ചവൻ ആരായിരുന്നാലും ശരി, അടുത്ത 24 മണിക്കൂറാണ് ഞാൻ അവനെ പൊക്കും പൊക്കും പൊക്കും. എന്താ പേര്? സന്ധ്യ. സന്ധ്യ. അപ്പൊ ഇത് സുപ്രഭാതമാണ്. അതെ, എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിക്കണം. വിളിക്കാൻ മടിക്കണ്ട. മൈ ഫോൺ നമ്പർ ഈസ് 100. 100. വണ്ടി എടുക്കണോ? വണ്ടി എടുത്ത്. അതെ, കുട്ടി വരണ്ട. ഇല്ല. ശരി, അപ്പൊ ഓട്ടോറിക്ഷയുടെ കാശ് ഞാൻ തന്നെ കൊടുക്കണം. കൈ നോക്കാനുണ്ട്, കൈ നോക്കാൻ. ചേച്ചി, കൈ നോക്കാനുണ്ടോ? ചേച്ചിയേ, അകത്തേക്ക് വാ. വേണ്ട. ഇരിക്കമ്മ. ആ കൈ ഒന്ന് നീട്ടിക്കേ. നല്ല ലക്ഷണമൊത്ത കയ്യാ. ഭാഗ്യരേഖ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. അതെനിക്കറിയാം, കഴിഞ്ഞ ആഴ്ചത്തെ വാരഫലത്തിലുണ്ടായിരുന്നു. അമ്മ, ഈ വാരഫലം മുഴുക്ക കള്ളവാ. അപ്പൊ നീ പറയുന്നത് മുഴുവൻ സത്യമാ? അമ്മ, ഞാൻ സത്യമേ പറയൂ. എന്നാ പറ, കേക്കട്ടെ. ഈ വീട്ടിലെ കൊമ്പനക്ക് ഇപ്പൊ ரொம்ப കഷ്ടകാലം. എങ്ങോട്ട് തിരിഞ്ഞാലും ആപത്ത്. സത്യമാണോ? അമ്മ അവക്ക് ഒരു സ്വസ്ഥതയും തരില്ല. ആളൊരു മുണ്ടൻ, മഹാമണ്ടൻ. വടി കൊടുത്ത് അടി വാങ്ങുന്ന സ്വഭാവം. ഇപ്പൊ ഒരു പോലീസ് കേസിൽ ഒളിവിൽ പാർക്കരുത്. അമ്മ, അന്ത മുണ്ടൻ കൊമ്പനോട് പറയണം, ഇന്നേക്ക് 6 ദിവസങ്ങളിൽ മൗനവ്രതം ഇരിക്കണം. ഒക്കെ നേരെയാവും. നേരെയാവുമല്ലോ, നിശ്ചയമാ. ഞാൻ പോയിട്ട് വരട്ടെ അമ്മ. എന്തുവാടിയാ കാക്കാത്തി പറഞ്ഞിട്ട് പോയത്? മിണ്ടി പോരും നിങ്ങൾ. അല്ല, ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ആരോടും മിണ്ടരുന്ന അവര് പറഞ്ഞത്. അത് വേണോ? വേണം. നിങ്ങളുടെ ഈ വൃത്തികെട്ട നാക്കും കൊണ്ട് മിണ്ടുന്ന എല്ലാത്തിനും കാരണം. ശരി, നീ പറഞ്ഞിട്ട് ഇനി ഞാൻ അനുസരിച്ചില്ല എന്ന് വേണ്ട. ഇന്നു മുതൽ 6 ദിവസത്തേക്ക് ഞാൻ ഇനി ആരോടും മിണ്ടുന്നില്ല. സത്യം. എന്റെ കൂനമ്പായിക്കുള്ള തമ്മേ, ഇങ്ങേർക്ക് ഇനിയെങ്കിലും ഒരു നല്ല ബുദ്ധി കൊടുക്കണേ. ഇനി മേലാൽ നീ എന്നെ മിണ്ടാൻ സമ്മതിപ്പിക്കരുത്. ഞാൻ വായടയ്ക്കാൻ പോവുകയാണ്. 1 2 3 അപ്പ്. എന്തോന്നാ മനുഷ്യ കാണിക്കുന്നേ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മിണ്ടുന്നേ. നിങ്ങൾ അവിടെ നിന്നേ. സംഗതി സീരിയസ് ആണ്. എന്നാലും ആ മിണ്ടാപ്രാണി മണിയനെ ആരാണ് ആക്രമിച്ചത്? നേതാവ് ഇങ്ങനെ ചുക്കുവഷായം കുടിച്ചിരിക്കണ പോലെ വാ തുറന്ന് എന്തെങ്കിലും പറ. ആ മണിയന് എന്തെങ്കിലും സംഭവിച്ചിട്ടല്ല, നേതാവ് ഉണ്ട. നേതാവ് വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. പിടിച്ചേ അക്രമികളെ പിടിച്ചേ. പോലീസുകാരന്റെ മുമ്പിലാടാ ഗ്ലാസ് വെച്ച് കിടക്കണം. ഒരു ഗ്ലാസ്. സത്യം പറയടാ, ആരടാ മണിയനെ ആക്രമിച്ചത്? എന്റെ പൊന്നു സാറേ, ഞങ്ങളല്ല. കള്ളം പറയുന്നോടാ. അപ്പൊ നിങ്ങളാണോ? ഇവന്മാര് സത്യം പറയില്ല. എന്റെ ആയുധം എടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. ഇതെന്താണ് കന്യാ സാറേ? എടാ, ഇത് തൂവൽ. ഇതുകൊണ്ടൊരു പ്രയോഗമുണ്ട്, തൂവൽ മർദ്ദനം. അപ്പൊ നീയൊക്കെ സത്യം പറയാൻ നോക്കട്ടെ. മണിയനെ ആക്രമിച്ചത് ആരടാ? എന്റെ പൊന്നു സാറേ, ഞങ്ങൾ പറഞ്ഞ സത്യമാ. മണിയനെ കണ്ടിട്ട് എന്നെ കുറെ നാളായി. അപ്പൊ നിങ്ങളായിരിക്കും അല്ലേ? ഇയാളെന്താ കഥകളി മുദ്ര കാണിച്ച? പിന്നെ നിന്നെ ഇന്ന് കാണിച്ചു തരാടാ ഞാൻ. സത്യം പറയടാ. ഇല്ല, ഇവന്മാരുന്ന് സത്യം പറയാന്നു. കോൺസ്റ്റബിൾ, 2 തൂക്കി അകത്തേക്ക് കയറ്റി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഇവന്മാരെ അകത്തേക്ക് കയറ്റാം. കേറടാ. എടാ കേറടാ. എടാ, ഞാൻ ഒരു SI ഇല്ലടാ, ഒന്ന് കേറടാ. കേറിയേക്കല്ലേ? എന്നാ വാ സാറേ, പോവാം. കേറ്.
സാറ് വേഗം front ൽ കേറ്. നിങ്ങൾ കേറ് ഫ്രണ്ടിൽ. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. കേറ് ആണോ? കേറടാ. എന്നാ ഫ്രണ്ടിൽ കയറാം. ജീവിതത്തിൽ ഒരു ആഗ്രഹം കേറ്. പോലീസ് ജീപ്പിൽ ഫ്രണ്ടിൽ കേറക്കട്. ശ്രദ്ധിച്ചോളൂട്ടാ, എന്നെ കൊണ്ട് ഒറ്റക്ക് പറ്റൂല. സാറ് വേഗം വന്നങ്ങായിട്ട് കയറ്. എടോ വണ്ടി കയറോ. ഗ്ലാമർ ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. അയ്യോ എന്റെ ഈശ്വര, എന്തു പറ്റി ചേച്ചി? എന്തു പറ്റി ചേച്ചി? പോയടാ, എന്റെ തങ്കപ്പെട്ടിനെ പോലീസ് കൊണ്ടുപോയടാ. എന്തിനാ ചേച്ചി പോലീസുകാർ തങ്കപ്പെണ്ണെ കൊണ്ടുപോയത്? ആ മണിയനെ ആക്രമിച്ചത് എന്റെ ചേട്ടനാണെന്ന് നിനക്കറിയോ? ആക്രമണം എന്താണെന്ന് പോലും അറിയാത്ത ആളാ എന്റെ ചേട്ടൻ. ആ പാവത്തിനെയാ പോലീസ് കൊണ്ടുപോയത്. ചേച്ചി, ചേട്ടനെ രക്ഷപ്പെടുത്താൻ ഒറ്റ വഴിയുള്ളൂ. ചേച്ചി ഇപ്പൊ തന്നെ ആ ഡ്രൈവിംഗ് സ്കൂളിലെ മോളി കൊച്ചമ്മ പോയി കാണും. അവര് എസ് ഐ എടുത്ത് പറഞ്ഞ എസ് ഐ കേൾക്കും. നേരാണോടാ? ഉറപ്പിക്കാവോ? ഉറപ്പാണ് ചേച്ചി. എന്നാ ഞാൻ ആ, ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെല്ല്. പോയേക്കാം. ഇപ്പൊ തന്നെ ചെല്ല്. ആ. ഭർത്താവാണെന്നും പറഞ്ഞ് കൊച്ചമ്മ അമഞ്ഞ് ഭർത്താവിനെ അഴിച്ചു വിട്ടിട്ട് വീട്ടിലിരുന്നാൽ ഇതായിരിക്കും ഫലം. പൊന്നമ്മ കരയണ്ട, ഞാൻ ഇപ്പൊ തന്നെ എസ് വിളിച്ച് സംസാരിക്കാം. തീരെ സുഖമില്ലാത്ത ആളാ. വീട്ടിൽ എന്ത് നല്ല സ്വഭാവമായിരുന്നോ, ഇതിപ്പോ എന്ത് പറ്റിയതാന്ന് എനിക്കറിയില്ല. മാഡം, പോലീസ് സ്റ്റേഷനിൽ കയറി തീരെ പരിചയമില്ലാത്ത ആളാ. വിഷമിക്കണ്ട, അവര് തങ്കപ്പനൊന്നും ചെയ്യില്ല. മാഡം പറഞ്ഞ എനിക്ക് വിശ്വാസമാ. എനിക്ക് തോന്നുന്നത് ജവഹർ കോളനിയിലുള്ളവർ മുഴുവൻ മാഡത്തിന്റെ ശത്രുക്കളാവാൻ ഇതാരോ മനഃപൂർവ്വം പറ്റിച്ച പണിയാണെന്നാ. ആരായാലും അവനെ ഞാൻ കണ്ടുപിടിക്കും. കണ്ടുപിടിക്കണം മാഡം, കണ്ടുപിടിക്കണം. അവനെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ. മാഡം ഒന്ന് വിളിക്കൂ. ആ അയ്യോ, ഇതിൽ ഔട്ട് ഗോയിങ് ഇല്ല. ആ മൊബൈലും തരും. എവിടെ കിടന്നാ ഇതടിക്കണത്? ഹലോ ഹലോ, എസ് സി അല്ലേ? ഞാനാ സുരസുന്ദരി മോളിക്കുട്ടി കട്ടപ്പന. സുരസുന്ദരിയാ? എന്താ വേണ്ടേ? അയ്യോ, ഇപ്പൊ എല്ലാം ഓക്കെ. മീന, ഡ്രൈവിംഗ് സീറ്റിൽ കയറിക്കോളൂ. നിങ്ങൾ പുറകെ കയറിക്കോളൂ. ഹലോ മോളിക്കുട്ടി അമ്മച്ചേ. ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ മണിയനെന്ന് പറയും. ഓ മൈ ഗോഡ്, ഇത്രയ്ക്കും പരിക്കോ? ഇതെല്ലാം വെറും ഫോട്ടോ സെറ്റ് മാത്രമാണ്. ഇതെല്ലാം കൂടെ അടിച്ചു പറക്കി നോക്കിയാ പെറ്റതെല്ലാം സഹിക്കൂല. എന്നാലും ഏത് ദ്രോഹിയാ നിന്നോട് ഇത് ചെയ്തത്? ഇതവന്മാരാ, ആ ബാലപ്പന രവിചന്ദ്രനൂടെ. പിന്നെ മാഡം, ഞാൻ ഇപ്പൊ വന്നത് ഇഷ്ടപ്പെട്ടെന്ന് പറയാനാ. ആരെ? ഇവിടത്തെ സേവനം. എനിക്ക് ഈ സെക്രട്ടറി സ്ഥാനമാനങ്ങളൊന്നും വേണ്ട. എന്നെ വെറുതെ വിട്ടാ മതി. 2 കാലിപ്പ തറയിലുണ്ട്. ഇനി അതുകൂടെ ആരെങ്കിലും എടുത്താ എനിക്കത് ഓർമ്മിക്കാനേ വയ്യ. എന്നെ വെറുതെ വിടണം. എന്നിൽ ഔഷധ മൂല്യങ്ങളില്ല. എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. നീ വിഷമിക്കണ്ട. ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂൾ നാട്ടുകാർക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ? ഇന്ന് തന്നെ ഞാനിത് അടിച്ചു പൂട്ടും. അപ്പൊ പിന്നെ മാഡം എന്തോ ചെയ്യും? ഡ്രൈവിംഗ് സ്കൂൾ പൂട്ടിയെന്ന് വിചാരിച്ച് ഞാൻ ഈ കോളനി വിടാനൊന്നും പോണില്ല. എനിക്കിവിടെ തങ്ങേണ്ട കാര്യമുണ്ട്. അയ്യോ, വല്ലവരും തട്ടാനാണോ ഇവിടെ തങ്ങുന്നേ? അത് തൽക്കാലം നീ അറിയണ്ട. ഒരു ദിവസം നീ അത് അറിയും. എന്തോന്ന്? അതാ പറയുന്നത്, കാത്തിരിക്കൂ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. നമസ്കാരം. തെളിവ് കിട്ടി, തെളിവ് കിട്ടി. മണിയനെ ആക്രമിച്ചവരുടെ തെളിവ് കിട്ടി. ഒരു പോലീസ് തായെ പോലെ ഞാൻ മണം പിടിച്ച് കണ്ടെത്തിയ തെളിവാണിത്. ഈ കാജാബീഡി കവർ മാത്രം മതി, ഞാൻ അവരെ പൊക്കും. ഈ നാട്ടിൽ കാജാബീഡി വലിക്കുന്ന സകലവരെയും കസ്റ്റഡിയിലെടുക്കൂ. ആരോട് പറയാൻ? കസ്റ്റഡിയിലെടുക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം. കോൺസ്റ്റബിൾ, വണ്ടി ഇറോ. ഇത് മറ്റേ സ്ഥിരം പരിപാടിയാ. അതെ, വേറൊന്നും തോന്നരുത്. കടയിട്ട് ഒരു 10 രൂപ ഉണ്ടാവോ? എന്തിനാ? ഓട്ടോന് പോവാനാ. അതെ, ഓട്ടോന് പെട്ടെന്നാ. ഓട്ടോ
പോട്ടെ. ഓ ശരി എന്നാ. ആ ഓക്കെ, സൂക്ഷിച്ചു പോണേ. ആ. ആ. അയ്യോ. ആ. 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 എങ്ങാണ്ട് നിന്ന് വന്ന ഒരുത്തി ഇവിടെ വന്ന് 4 കാശ് പൊക്കി കാണിച്ചപ്പോ ഈ കോളനിയിലുള്ള ഞങ്ങളോട് മിണ്ടുന്നത് പോലും നാണക്കേടാണെന്ന് നീ പറഞ്ഞില്ലടാ മണിയാ. മാപ്പാക്കണം എന്റെ നേതാവേ, ഒരബദ്ധം പറ്റിപ്പോയി. വേണ്ട വേണ്ട, നീ കൂടുതൽ സംസാരിക്കണ്ട. നീ ആയിട്ട് ഇനി ഒരു ഏർപ്പാടുമില്ല. എടാ നീ കാരണം പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ടി വന്ന് ഞങ്ങൾ അറിയാവോ? വിട്ടുകള ബാലപ്പ, പകലുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ഒരു രാത്രി കൂടിയാണെന്ന് ശരിക്കും മനസ്സിലാക്കി വന്നിരിക്കുകയാണ് നമ്മുടെ മണിയൻ. അല്ലേ മണിയപ്പ? ആ, 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 ആ. 2 പെട കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ വരുത്തി തീർക്കുമ്പോ ഓർക്കണമായിരുന്നു, നാളെ ഞങ്ങൾ ഈ കോളനിയിലുള്ളവരെ കാണുള്ളൂ. ഒക്കെ ആ പൊമ്പറന്നോത്തി പറഞ്ഞിട്ടായിരുന്നു. അവർക്ക് രവിചന്ദ്രൻ നേതാവിനോട് പണ്ടം കണ്ട ഒരു വിരോധം ഉണ്ടെന്നും ഒരിക്കലെങ്കിലും നേതാവിനെ തോപ്പിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നുപോയി. അതാണ് സത്യം. കള്ളി വെളിച്ചത്ത് വന്നാണ്ടാ കള്ളിയാ ഉടനെ പിടിക്കത്തില്ല. കള്ളി യവന്റെ കള്ളത്തിനെ പുറത്തു വന്നാണ്ടോന്നാ ചോദിച്ചത്. ഡേയ് അതെ, ഇവനെ എന്ത് ചെയ്യണോന്ന് ഇനി നേതാവ് പറ. ഒന്നും ചെയ്യല്ലേ. വേണ്ട ബാലപ്പ, അഭയം ചോദിച്ചു വരുന്നവരെ നമ്മൾ ആട്ടിപ്പായിക്കാൻ പാടില്ല. മോളിക്കുട്ടിയുടെ മണക്കൊഴുപ്പിൽ അവന്റെ കണ്ണൊന്ന് തള്ളിപ്പോയി, അത്രേ ഉള്ളൂ. അതിനവൻ മാപ്പം പറഞ്ഞില്ലേ? മാപ്പോ? ഇവനോ? ആർക്ക് വേണ ഇവന്റെ മാപ്പ്? ഇവൻ ഇന്ന് എന്തെങ്കിലും ശിക്ഷ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. എന്നാ ഇവന് നമുക്കൊരു ശിക്ഷ കൊടുത്താലോ? നിങ്ങളുടെ AKCP ഒരു മെമ്പർഷിപ്പ്. എന്റെ AKCP അത്ര മോശമാണോടാ? ശിക്ഷയല്ലേ? ഒറ്റ വീക്ക് ശിക്ഷയാണ്. യവന് പറ്റിയ ശിക്ഷ ഞങ്ങൾ പറഞ്ഞോളാം. യവനൊരു 101 ഏത്ത എന്നെ കൊണ്ട് കുനിയാൻ പറ്റൂലെന്ന്. കുനിയാ മതി. മറ്റേ ഗുണ്ടകൾ അടിച്ചപ്പോ തല തറ പറഞ്ഞിട്ടല്ല. ഈ കൈയെടുത്ത് ചെവി പിടി. 2 ഇനി ആ കൈ ഞാൻ ഇത് ഒടിഞ്ഞ് കെട്ടി തൂക്കിട്ടേക്കണം. ഇങ്ങനെ 100 പ്രാവശ്യം മതി. 5 6 7 തോക്കാണ് കയ്യിൽ ഞാൻ എറിഞ്ഞാൽ നിക്കടവിടെ ഓടല്. അയ്യോ എന്നെ കൊല്ലാൻ വരണേ, ഓടിവായോ. എന്നോട് കൊല്ലല്ലേ, തോക്കാണ് കയ്യിലിട്ടാ. അടുക്കരുത്. കരിയാട്ട പഠിച്ചാണ് നിന്നെ കൊറേ നാള് അടിക്കുന്ന മണിയനെ ആക്രമിക്കാമെന്ന ഗുണ്ടകളത്. അതോ ലോകത്ത് പേര് കേട്ട കാജാ ഗുണ്ടകൾ. സാധാ ഗുണ്ടകളാണെങ്കിൽ പോട്ട്, അതല്ല. കുട്ടികളെ, കാജാ കുട്ടികളെ, നിക്കടാ നിക്കടാ അവിടെ, നിക്കടാ അവിടെ, ദേവൻ എന്റെ പുറകെ. ഒരു കാജാ കുട്ടിയെ കിട്ടിയടാ, ഓടിവാടാ. കുട്ട പോകൂടാ, വാടാ. പിടിച്ചല്ലോ പിടിച്ചല്ലോ ഗുണ്ടനെ ഞാൻ പിടിച്ചല്ലോ. ഞാനാ കുട്ടിയെ പിടിച്ച് കൊണ്ടുപോകല്ലേ? പിടിച്ചല്ലോ ഞാൻ പിടിച്ചല്ലോ, കാജാ ഗുണ്ടകളെ ഒറ്റക്ക് ഞാൻ പിടിച്ചല്ലോ. നിന്റെ ചെവി കിടന്നടാ, ഞാൻ എന്താ സഭ്യം പറയട്ടെ. നീ വിചാരിച്ച എനിക്ക് അറിയാൻ പാടില്ല എന്നല്ലേടാ. എടാ നിന്നെ 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 ഞാൻ കൊറേ നാളുണ്ട് നിന്നെ ഞാൻ എടുത്തു. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. സത്യം പറഞ്ഞോ? ഞങ്ങളൊന്നും ചെയ്യല്ലേ സാറേ. CC കമ്പനിയിലെ മാറോടി പറഞ്ഞിട്ടാ മോളിക്കുട്ടി മാഡത്തിന്റെ കാറ് CC പിടിക്കാൻ വന്നതാ. അത് നീയൊക്കെ എന്തിനാടാ ഈ പാവത്തിനെ തല്ലിയത്? അത് സേട്ട് പറഞ്ഞിട്ടാ ഈ കോളനിയില് മോളിക്കുട്ടിക്ക് ഒരു ഗുണ്ടയുടെ സംരക്ഷണം ഉണ്ടെന്നും അവനുണ്ടെങ്കിൽ ആ കാറ് പിടിച്ചെടുക്കാൻ പറ്റില്ലെന്നും അറിയാവുന്നതുകൊണ്ട് അവൻ ആ ഗുണ്ടയാണെന്ന് വിചാരിച്ചാ തല്ലിയത്. കേട്ടില്ലേടാ ആ മോളിക്കുട്ടി നിനക്ക് വന്ന സെക്രട്ടറി സ്ഥാനത്തിന്റെ മഹത്വം.
എഴുന്നേക്കടാ. ഇത് കേട്ടില്ലടാ. നടക്കടാ അങ്ങോട്ട്. നടക്കങ്ങോട്ട്. അശ്ശോ. ഏടാ? ആ, ദാ ആണ്ടെ, എവിടെയാണ് പാർട്ടി? ഈ കട്ടപ്പന മോളി. മോളിക്കുട്ടി, ആ. മാഡം. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, പ്രത്യേകിച്ച് രവിച്ചേട്ടൻ. ആ, ആ, ആ. കട്ടപ്പനയിൽ ഞാൻ നടത്തിയ ഡ്രൈവിംഗ് സ്കൂൾ കടം കയറി മുട്ടിയപ്പോഴാ ഉള്ള കാറുകളും പെറുക്കി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നിന്റെ ഭാവം ഇതൊന്നും ആയിരുന്നില്ലല്ലോ. ഞാൻ പണ്ടേ എങ്ങനെയാണെന്ന് രവിച്ചേട്ടൻ അറിഞ്ഞൂടെ? ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലേ ഈ മോളിക്കുട്ടിക്ക് ഭയങ്കര കലിയാ. അതുകൊണ്ടല്ലേ പണ്ടും ഞാൻ ഇവിടുന്ന് ആരോടും പറയാതെ പോയത്. ആശാനെ, ആശാള് കൊള്ളാല്ലേ? പാര ചേച്ചി ഇത് കേൾക്കാത്ത ഭാഗ്യം. വന്നത് കഴിഞ്ഞൊക്കെ പോട്ടെ, ഇനി ചെയ്യണ്ട. അടുത്ത ഏർപ്പാടെന്താന്ന് വെച്ചാ പറ. ഏർപ്പാടുണ്ട്, അത് ഞാൻ പറയാം. ആ, പറ. ഈ അധോലോക ഗുണ്ടകളെ പിടിക്കാൻ സഹായിച്ചതിന് നിങ്ങൾക്ക് എന്റെ വക ഒരു ഗംഭീര പാർട്ടിയുണ്ട്. ആഹാ. സത്യമാണോ സാറേ? സത്യം ആണോ? ഉള്ളത് പറയാലോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 3 യഥാർത്ഥ ഗുണ്ടകളെ ഞാനിങ്ങനെ അടുത്ത് കാണുന്നത്. അമ്മോ, എന്തൊരു മസല്. നീ പ്രാതലിലും പുളിസയാണടാ കഴിക്കണത്. ഇനി ഈ താമരപ്പൂവൻ രാജേഷ് ഖന്നയ്ക്ക് വെച്ചടി കയറ്റായിരിക്കും. എന്നാ എടുത്ത് പൊക്കട രാജേഷ് എപ്പോ പൊക്കി ചോദിച്ചാ മതി. എന്ത്? എനിക്ക് ക്ലിയർ